ഹലോ ഫ്രണ്ട്സ്, ഐ ആം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സദ്യ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. പൈനാപ്പിൾ പച്ചടി അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: പൈനാപ്പിൾ നന്നായിട്ട് പഴുത്തത് ഒരെണ്ണം, ചെറുത്, തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് 1 കപ്പുണ്ട്. തൈര് 1 കപ്പ്, അധികം പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് വേണം എടുക്കാനായിട്ട്. പഴുത്ത മുന്തിരി 15 എണ്ണം. അരപ്പിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: തേങ്ങ ചുരണ്ടിയെടുത്തത് 1/2 മുറി, കടുക് 1/4 ടീസ്പൂൺ, നല്ല ജീരകം 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. താളിക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് 8 എണ്ണം, ഉണക്കമുളക് 3 എണ്ണം, കറിവേപ്പില 3 തണ്ട്, കടുക് 1 ടീസ്പൂൺ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചുരണ്ടി വെച്ച അരമുറി തേങ്ങയിലോട്ടൊരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഇതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിലോ അല്ലെങ്കിൽ അരകല്ലിലോ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഇതുപോലെ ചെറുതായിട്ട് അരിയുക. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. മധുരം കുറവുള്ള പൈനാപ്പിൾ ആണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചും കൂടെ കൂട്ടാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. അധികം ചേർക്കേണ്ട ആവശ്യമില്ല. പൈനാപ്പിൾ വെന്ത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർക്കാം. ഇനി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഇതിനെ കുക്ക് ചെയ്യാം. പൈനാപ്പിൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിൽ ചേർക്കാനുള്ള താളിച്ചത് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ഫ്രൈങ് പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനും പൊട്ടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. ഉണക്കമുളക് ചേർക്കാം. കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം. അവസാനം കറിയിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ തവി വെച്ചിട്ട് ഇതുപോലെ പൈനാപ്പിൾ കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. പാർഷ്യലി ഒന്ന് ഉടച്ചെടുക്കാം. ഇത്രയും മതിയാവും. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ വെള്ളം കുറച്ച് അരച്ചെടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മുന്തിരി ചേർക്കാം. മുന്തിരി ചേർക്കുമ്പോൾ നല്ല പഴുത്ത മുന്തിരിങ്ങ തന്നെ എടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ചേർത്ത ശേഷം കറി തിളപ്പിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. മുന്തിരിങ്ങയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഹീറ്റിലേക്ക് മാറ്റാം. അടുത്തായിട്ട് നമ്മൾ തൈര് ചേർക്കാൻ പോവാണ്. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. അതിന് ശേഷം തൈര് ചേർക്കാം. തൈര് നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി അതിൻ്റെ ഒരു
കട്ടയൊക്കെ ഒന്ന് ഉടച്ച ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ പുളി കുറഞ്ഞ തൈര് വേണം പച്ചടിക്ക് ഉപയോഗിക്കാൻ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സമയത്ത് ഇത് ലോ ഹീറ്റിൽ മാത്രമേ ഇടാവുള്ളൂ. തൈര് ചേർത്ത ശേഷം കറി ഒട്ടും തിളയ്ക്കരുത്, നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും മധുരമൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മധുരം കുറവാണെങ്കിൽ അല്പം പഞ്ചസാര കൂടെ ചേർക്കാം. പച്ചടിക്ക് മധുരം മുന്നിട്ട് നിൽക്കണം. അപ്പോൾ ഉപ്പും മധുരമൊക്കെ പാകത്തിനുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പച്ചടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടുക് താളിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം സെർവ് ചെയ്യാനായിട്ട്. സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ഓണത്തിന് മറക്കാതെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോയെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്